ഹരേ കൃഷ്ണ. 2024 ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച. മറ്റൊരു വിശേഷം കൂടിയുണ്ട്. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ബലഭദ്രദേവൻ്റെ ജന്മദിനമായിട്ടാണ് അന്നേ ദിവസം ആചരിക്കുന്നത്. ബലരാമ ദർശന ദിനമായി ആചരിക്കുന്നു, ബലരാമ ജയന്തിയായി ആചരിക്കുന്നു. കേരളത്തിൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ദിനത്തിലാണ് ബലരാമ ജയന്തിയായി ആചരിക്കുന്നത്. ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല ദിവസങ്ങളിലും ബലരാമ ജയന്തിയായി ആചരിക്കാറുണ്ട്. പക്ഷേ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് ബലരാമ ജയന്തിയായി ആചരിക്കുന്നത്. ആദിശേഷൻ്റെ അവതാരമാണ് ബലഭദ്രസ്വാമി. ബലഭദ്രസ്വാമിക്ക് ഹലധരൻ, ഹലായുധൻ, ബലദേവൻ, ബലഭദ്രൻ, സംകർഷണൻ തുടങ്ങിയ നാമങ്ങളുണ്ട്. ബലരാമൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ബല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം എന്നാണ്. റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീഹരി. അപ്പോൾ ശ്രീഹരിക്ക് ഇവിടെ ബലം എന്ന് പറയുന്നത് ആരാണ്? ബലരാമനാണ്. നമ്മൾ രാമായണം മുഴുവൻ വായിച്ചു അല്ലേ? വായിച്ചപ്പോൾ അവിടെ ഭഗവാന്റെ നിഴലുപോലെ നിന്ന് ഭഗവാനെ എപ്പോഴും തുണയായി നിന്നത് ആരാണ്? ആദിശേഷൻ്റെ അവതാരമായ ലക്ഷ്മണസ്വാമിയാണ്. അതേപോലെ കൃഷ്ണാവതാരത്തിലും കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു യുഗപുരുഷന് എന്നും കൂട്ടായി ഉണ്ടായിരുന്നത് ബലഭദ്രസ്വാമിയാണ്. നിഴലുപോലെ എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ ഒരു ബലമാണ് ആരെന്ന് പറയുന്നത് ബലഭദ്രസ്വാമി. ആദിശേഷൻ്റെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും അത് ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്നും പറയുന്നുണ്ട്. കാരണം ഭഗവാനും ആദിശേഷനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. രാമായണം വായിച്ചു പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഭഗവാൻ ശ്രീഹരി വിഷ്ണു 3 ഗർഭപാത്രങ്ങളിൽ 4ആയി അവതരിച്ചുവെന്ന്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അംശാവതാരങ്ങൾ തന്നെയാണ് എല്ലാവരും. ഇനി ആരാണ് ഭഗവാന്റെ ബലരാമസ്വാമി? ശരിക്കും ഇവർ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണോ? നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാന് ജന്മം നൽകിയത് വാസുദേവരും ദേവകിയുമാണ്. എന്നാൽ ബലഭദ്രസ്വാമിയുടെ അച്ഛൻ വാസുദേവരും അമ്മ രോഹിണിയുമാണ്. ഈ രോഹിണി ആരാണ്? യശോദാമാതാവിൻ്റെ സഹോദരിയാണ് രോഹിണി. രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രോഹിണി മാതാവ് ബലഭദ്രസ്വാമിയെ വൃന്ദാവനത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇവരൊന്നിച്ച് കളിച്ച് വളരുന്നത്. രേവതിയാണ് ഭഗവാന്റെ ഭാര്യ. ബലഭദ്രസ്വാമിയുടെ ഭാര്യ രേവതിയാണ്. വിഷ്ണു പുരാണം അനുസരിച്ച് കകുത്മിയുടെ ഏക മകളാണ് രേവതി. രേവതിയെ വിവാഹം കഴിപ്പിക്കുവാൻ പറ്റിയ ഒരു വരനെ അന്വേഷിച്ച് അച്ഛൻ നടക്കുകയാണ്. പക്ഷേ ആരെയും തന്നെ കകുത്മിക്ക് കിട്ടുന്നില്ല. അങ്ങനെ എന്തു ചെയ്യും എന്നറിയാൻ വയ്യാതെ ഇദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ്. അവരവിടെ എത്തിയപ്പോൾ ബ്രഹ്മദേവൻ ഗന്ധർവന്മാരുടെ ഒരു സംഗീത പരിപാടിയിൽ ഇരിക്കുകയായിരുന്നു. അതിനാൽ ആ പരിപാടി കഴിയുന്നതുവരെ കകുത്മി കാത്തിരുന്നു. അതിനുശേഷം ബ്രഹ്മാവ് ചോദിക്കുന്നു, എന്താണ് വന്നത് എന്ന് ചോദിച്ചപ്പോഴാണ്, ഇതാണ് എൻ്റെ സങ്കടം, എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളെ കണ്ടെത്തുന്നില്ല, അങ്ങ് എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. നമുക്കറിയാം ഭൂമിയിലെ സമയവും ബ്രഹ്മലോകത്തെ സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇവർ ബ്രഹ്മലോകത്തെത്തി കാത്തിരുന്ന അത്രയും സമയം കൊണ്ട് 27 ചതുർയുഗങ്ങളാണ് കടന്നു പോയത്. ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങിവിടെ വന്ന് ഇത്ര സമയം കാത്തിരുന്നപ്പോൾ ഭൂമിയിൽ ഒരുപാട് കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സുഹൃത്തുക്കൾ, മന്ത്രിമാർ, ഭാര്യമാർ, ബന്ധുക്കൾ തുടങ്ങിയ ധാരാളം ആളുകൾ എല്ലാവരും തന്നെ ഭൂമിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല, എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു.
ഇപ്പോൾ മറ്റൊരു യുഗമാണ്, ദ്വാപര യുഗമാണ്. ഈ കാര്യം കേട്ടപ്പോഴാണ് കകുത്മി ഇത് ശരിയാണല്ലോ എന്ന് ആലോചിച്ചത്. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അദ്ദേഹം വീണ്ടും ദുഃഖിച്ചു. അപ്പോൾ ബ്രഹ്മദേവ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും രൂപത്തിൽ ശ്രീഹരി വിഷ്ണു ഭൂമിക്ക് സംരക്ഷകനായി ഭൂമിയിൽ വസിക്കുന്നുവെന്നും രേവതിക്ക് യോഗ്യനായ ഭർത്താവായി ബലഭദ്രസ്വാമിയെ കണ്ടോളൂ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് കകുത്മിയും രേവതിയും ഭൂമിയിലേക്ക് മടങ്ങി. അങ്ങനെ ഭൂമിയിൽ അദ്ദേഹം വന്നപ്പോൾ ഇന്നലെ വരെ താൻ കണ്ട ഭൂമിയല്ല, ആ മനുഷ്യരല്ല, ആകപ്പാടെ എല്ലാ തരത്തിലും ഭൂപ്രകൃതിക്ക് തന്നെ മാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്ന് കകുത്മിക്ക് ബോധ്യപ്പെടുന്നു. നമ്മൾ പറയുന്നത് യുഗങ്ങൾ കഴിയുന്തോറും മനുഷ്യൻ്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടും മനുഷ്യൻ്റെ ആന്തരികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് കുറവുണ്ടാകുന്നതായിട്ടുമാണ് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹവും മകളും ഇവിടെ വന്നപ്പോൾ മനുഷ്യൻ്റെ വളർച്ച കുറയുന്നതായിട്ടും വീര്യം കുറയുകയും ബുദ്ധിശക്തിയിൽ വളരെ ദുർബലമായിരിക്കുകയും ചെയ്യുന്നതായി കകുത്മി മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കകുത്മിയുടെ അന്നത്തെ രാജ്യം, ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം കുശസ്ഥലിയായിരുന്നു. ആ കുശസ്ഥലി ഇന്ന് ദ്വാരകയായി മാറിയിരിക്കുന്നു. അങ്ങനെ കകുത്മി ദ്വാരകയിൽ വരികയും കകുത്മിയും രേവതിയും ബലരാമസ്വാമിയുടെ അടുത്തെത്തുകയും വിവാഹാലോചന നടത്തുകയും ചെയ്യുന്നു. സമ്മതിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നം, രേവതിക്ക് ബലഭദ്രസ്വാമിയേക്കാൾ വളരെയധികം പൊക്കമുണ്ട്, ഉയരമുണ്ട്. അതുപോലെ ബലഭദ്രസ്വാമിയേക്കാൾ വളരെ വലിപ്പവുമുണ്ട്. കാരണം മറ്റൊരു യുഗത്തിൽ ജീവിച്ചിരുന്ന ആളാണ് രേവതി. അപ്പോൾ അത് ശരിയാകില്ലല്ലോ എന്ന് കരുതിയിട്ട് ബലഭദ്രസ്വാമി തൻ്റെ കലപ്പയാണ് അദ്ദേഹത്തിൻ്റെ ആയുധം. ആ കലപ്പ കൊണ്ട് രേവതിയുടെ തോളിൽ തട്ടുകയും അങ്ങനെ ബലഭദ്രസ്വാമിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ആ സമയത്തുള്ള സ്ത്രീകളുടെ രൂപത്തിലേക്ക് രേവതി മാറുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. അങ്ങനെ വിവാഹം നടന്നു. രേവതി തൻ്റെ ഭർത്താവിന് വളരെയധികം ആനന്ദം നൽകുകയും സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് 2 ആൺകുട്ടികളാണ് ഉണ്ടായത്. നിഷാദ എന്നും ഉൽമുഖ എന്നുമുള്ള 2 ആൺകുട്ടികൾ രേവതിക്കും ബലഭദ്രസ്വാമിക്കും ജനിക്കുന്നു. അവസാന കാലം, അതായത് ഭഗവാന്റെയും ബലഭദ്രസ്വാമിയുടെയും അവസാന കാല സമയത്ത് നമുക്കറിയാം സഹോദരന്മാർ തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. വെട്ടിക്കൊന്ന് ആ വംശം ഇല്ലാതാവുകയാണ്. പരസ്പരം വെട്ടിക്കൊന്നിട്ട് ആ വംശം ഇല്ലാതാവുകയാണ്. ഗാന്ധാരിയുടെ ശാപമാണ്. അതൊക്കെ നമുക്കറിയാം. അറിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരു അവസരങ്ങളിൽ ഈ കഥ പറയാം. കഥ വേണമെന്നുള്ളവർ പറഞ്ഞോളൂ, കഥകൾ പറയാം. അങ്ങനെ ആ വംശഹത്യയിലാണ് നിഷാദയും ഉൽമുഖയും കൊല്ലപ്പെടുന്നത്. ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് തന്നെ ബലഭദ്രസ്വാമിയും പോകുന്നുണ്ട്. അദ്ദേഹം ഒരാൾച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയും ആ ധ്യാനത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഒരു വെള്ളി നാഗം പുറത്തേക്ക് വന്നെന്നും അദ്ദേഹം കടൽ തീരത്തേക്ക് നടന്നെന്നും അദ്ദേഹത്തെ കണ്ട് സമുദ്രം വഴിമാറിക്കൊടുത്തുവെന്നും ആ സമുദ്രത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ് ഇതിഹാസങ്ങൾ പറയുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം ഭാര്യയും തൻ്റെ ശരീരം വെടിഞ്ഞുവെന്നും പറയുന്നുണ്ട്. കൃഷ്ണനും ബലരാമനും 2 ശരീരമായിരുന്നെങ്കിലും ഒറ്റ മനസ്സോടുകൂടി തന്നെയാണ് ജീവിച്ചിരുന്നത്. ഭഗവാന്റെ എപ്പോഴുമുള്ള ഒരു ശക്തി സ്രോതസ് തന്നെയായിരുന്നു ബലഭദ്രസ്വാമി. അതുകൊണ്ട് തന്നെ 2 പേരും ഭിന്നരല്ല. ഈ ഓഗസ്റ്റ് 19-ാം തീയതി തിങ്കളാഴ്ച ദിവസം നമുക്ക് ഭഗവാന് എന്തെങ്കിലും ഒരു നൈവേദ്യം നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാം, ശ്രീഹരി വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. കൃഷിയുടെ ദേവനാണ് ബലഭദ്രസ്വാമി. അദ്ദേഹത്തിൻ്റെ ആയുധം കലപ്പയാണ്. എല്ലാ തടസ്സങ്ങളും മാറ്റി നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതിന്
ബലഭദ്രസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതായത് കൃഷ്ണ ബലരാമനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഭഗവാന് വിളക്ക് കത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് നമുക്കുണ്ടാക്കി വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ ബലഭദ്രസ്വാമിക്ക് അമ്പലമുണ്ട്. ആറന്മുളയിൽ പാർത്ഥസാരഥിയാണ്. ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ബലഭദ്രസ്വാമിക്ക് ക്ഷേത്രമുണ്ട്. മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടൂ. എനിക്കും ഒന്ന് പോയി തൊഴാമല്ലോ. എനിക്ക് പക്ഷേ ഇത് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ 19-ാം തീയതി മറ്റൊരു പ്രത്യേകതയുണ്ട്, ഗായത്രി ജയന്തി. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദേവിയാണ് ഗായത്രി ദേവി. വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. അതുപോലെ രാമായണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിന് രാമായണം നമ്മൾ ഇത്രയും ദിവസം വായിച്ചു, രാമായണത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നൊരു മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഫലശ്രുതിയാണ്. അതും കൂടെ കേട്ടാലേ നമ്മൾ ഇത്രയും ദിവസം കഥ കേട്ടതിലുള്ള ആ ഒരു ഫലം പൂർണ്ണമാവുകയുള്ളൂ. ഇനി നമ്മൾ തുടർന്ന് കഥകൾ പറയാൻ തുടങ്ങുകയാണ്. ഉത്തരരാമായണം എല്ലാവരും ഇതുവരെ എങ്ങനെയാണോ കേട്ടിരുന്നത് അതേപോലെ തന്നെ കേട്ടുകൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.